പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കഞ്ഞിപ്പുര ഭാഗത്താണ്. കഞ്ഞിപ്പുര ഭാഗത്തുനിന്ന് നമ്മൾ കഞ്ഞിപ്പുര ഭാഗത്തുനിന്ന് മൂടാല് വരെ കടന്നു പോകുന്ന ഒരു ബൈപ്പാസ് ഉണ്ട്. ആ ബൈപ്പാസിലാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ കാലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു റോഡായിരുന്നു. ഈ റോഡ് ഇപ്പോൾ പുതിയ രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റിലൂടെ ഒക്കെ അറിയിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ വഴിയൊക്കെ വന്നിട്ട് വളരെ കാലമായിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, യാത്ര ചെയ്യാവുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. കുറച്ച് പ്രവാസി സുഹൃത്തുക്കളൊക്കെ മെസ്സേജിലൂടെ അറിയിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് കഞ്ഞിപ്പുര മുതൽ മൂടാല് വരെ പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ഞിപ്പുര വന്നിട്ടുള്ള അണ്ടർപാസിൻ്റെ താഴ്ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്കുകളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ചെങ്കുവെട്ടി കോട്ടക്കൽ ഭാഗത്തേക്കുള്ള ഒരു വഴി. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോവാം. ഈ റോഡ് ഇത് നമ്മുടെ PWD റോഡാണ്. അതിൻ്റേതായിട്ടുള്ള അത്ര വീതിയെ ഇതിൽ കാണുള്ളൂ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രകളായിരിക്കും. നല്ല രീതിയിലൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. ഇനി ഡ്രൈനേജ് വർക്കൊന്നും ഉണ്ടാവില്ല. ഇതിന് ഡ്രൈനേജ് ഒന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു രീതിയിലാണ്. പക്ഷേ ഇവിടെ വളരെ കാലം ഇങ്ങനെ പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകൾ ഇതിലൂടെയുള്ള യാത്രകൾ. അതുകൊണ്ട് നമ്മളൊന്ന് യാത്ര ചെയ്ത് നോക്കണേ. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ കാണാം, നമുക്ക് ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള ആളുകൾ വളരെ പ്രയാസത്തിലൊക്കെ ആയിരുന്നു കുറേ കാലമായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം വിടാം. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണാം, ഇവിടെ നല്ലൊരു അടിപൊളി ഒരു കൺവെൻഷൻ സെൻറ്റർ കാണാം ഈ റോഡിൻ്റെ തൊട്ടടുത്തേനെ. അപ്പോൾ ഇത്രയും നല്ലൊരു മാറ്റം ഇവിടെ വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. വർഷങ്ങളോളമായി ഈ ഭാഗത്തേക്കൊക്കെ വന്നിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഈ വഴി വന്നത്. ഇവിടെ നല്ല രീതിയിലുള്ള വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 ലൈനായിട്ട് വാഹനങ്ങൾ പോകുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട്. കാണാം, ബസ്സൊക്കെ ഇതിലൂടെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഓഡിറ്റോറിയമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. മൂടാല് ഭാഗം വരെ, അവിടെ വരെ പോകുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് അറിയില്ല. ഞാൻ വർഷങ്ങളായി ഇതിൽ പോയിട്ട്. പിന്നെ കുറച്ച് പേരൊക്കെ വീഡിയോയിൽ പറഞ്ഞെന്ന് ഈ പറഞ്ഞതേനെ പറയാമെന്ന്. ചില സമയത്ത് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതാണ്, മനഃപൂർവ്വം ഒരിക്കലും പറയുന്നതല്ല. ഇതിപ്പോൾ നമ്മുടെ കഞ്ഞിപ്പുര ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങിയത്. മൂടാല് വരെ പോകുമ്പോൾ ചില ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞത് എന്താണെന്ന് നമ്മൾ അത്ര ഓർത്ത് വെക്കൂല. അപ്പോൾ പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ അത് കട്ടാക്കാനും പറ്റൂല. അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു പുതിയൊരു മാറ്റം. നമുക്ക് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. അപ്പം തെങ്ങിൻ തോപ്പുകൾ നിറഞ്ഞ ഈ ഭാഗത്തു കൂടെ പുതുതായിട്ട് വന്ന കഞ്ഞിപ്പുര ബൈപ്പാസാണിത്. അപ്പോൾ കുറേ ഭാഗത്തൊക്കെ ബൈപ്പാസിന് വേണ്ടിയിട്ട് പുതുതായിട്ട് സ്ഥലമൊക്കെ എടുത്ത് വളവുകളൊക്കെ നിവർത്തിയിട്ടാണ് ഇത് പോകുന്നത്. കഴിയുന്നത്രയും വളവുകൾ നിവർത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ വർക്കുകൾ നടന്നിട്ടുണ്ട്. നോക്കാം. അപ്പോൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. ഈ ജംഗ്ഷൻ്റെ ഭാഗത്തേക്ക് പറയുന്നത് അമ്പലപ്പറമ്പ് പറഞ്ഞ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞ് ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പഴയ റോഡാണിത്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിലൊക്കെ ഒരു വലിയൊരു ജംഗ്ഷനൊക്കെ ആയി മാറിയിട്ടുണ്ട്. വളരെ കാലം ഇങ്ങനെ കിടന്നുകൊണ്ട് എവിടെയാണ് എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. വലിയൊരു മാറ്റം തന്നെ വന്നിട്ടുണ്ട് ഈ ഭാഗത്തേക്ക്. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റർ ഭാഗത്ത് ഒരു വീടൊക്കെ കാണാം. ഇതാണോ വേറെ ഇത് എങ്ങോട്ട് പോകുന്ന റോഡാണെന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഭാഗത്തൊക്കെ ഉള്ള പ്രവാസികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അപ്പം നമ്മൾ ഒരു ജംഗ്ഷൻ കണ്ടില്ലേ, ആ ജംഗ്ഷനിൽ നിന്ന് വരുന്ന വഴി ഇതാണ്. ഇത് പഴയ റോഡാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ട്. അത് ഇങ്ങോട്ടാണ് വരുന്നത്. ഈ പെട്രോൾ പമ്പിൻ്റെ ഇങ്ങോട്ട് പറമ്പളം അമ്പലപ്പറമ്പ് പറഞ്ഞൊരു ഭാഗമാണ്. അപ്പോൾ ഇവിടം വരെയാണ് ഇപ്പോൾ നിലവിൽ റോഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള കുറച്ച് ഭാഗത്തേക്ക് ഇനി അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ റോഡ് വർക്ക് നടക്കാനുണ്ട്. ഇത് നേരെ പോയാൽ കാവുംപുറം വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ ആ ഭാഗത്താണ് വളരെ കുറച്ച് ഭാഗത്ത് വർക്ക് ഇനി കംപ്ലീറ്റ് ആവാനുണ്ട് എന്നാണ് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടാണ് പോകാനുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ നമുക്ക്
മുന്നോട്ട് പോയി നോക്കാം. ബാക്കിയുള്ള ഭാഗത്തെ എന്തൊക്കെയാണ് ഇനി വർക്കുകൾ നടക്കാനുള്ളത്. അവിടെ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു എന്നുള്ളൊക്കെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്. വർക്ക് നടക്കുന്നതുകൊണ്ടായിരിക്കാം. അങ്ങോട്ട് പോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പോവാം. അപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മുൻഭാഗത്തേക്ക്. ഇവിടെ വരുമ്പോൾ കാണാം മണ്ണെടുത്ത് കൊണ്ടുപോകുന്ന ഒരു വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ലെവൽ ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോഴും വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ഒരു കൺഫ്യൂഷനാണ്. ഒരു സ്റ്റാർട്ടിങ്ങിനൊക്കെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ ആയി വരുന്നൊക്കെ അതാണ് പറയുന്ന രീതിയിലൊക്കെ പറഞ്ഞതേനെ വീണ്ടും വീണ്ടും ഒക്കെ പറയുന്നത്. ഇത്ര വീഡിയോ എടുത്തിട്ട് ഒരു ഇപ്പോൾ ശരിയായ രീതിയിലേക്ക് ആയിട്ടില്ല. ശരിയാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ടോടെ വീണ്ടും വീണ്ടും കൂടുതൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതാണ് പഴയ റോഡ്. പഴയ റോഡിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് ഇവിടെ ഒരു വളവാണ്. ആ വളവൊക്കെ കട്ട് ചെയ്തിട്ടാണ് വലിയ രീതിയിൽ മണ്ണൊക്കെ ഇട്ട് നിറച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴ്ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്നത്. ആ ഭാഗത്തൂടെയാണ് ഇങ്ങനെ വലിയ റോഡ് കടന്നു പോകുന്നത്. ഇത് ഇങ്ങോട്ട് ചെറിയൊരു റോഡുണ്ട്. ഇവിടെ ആശേരിക്കുളം പറഞ്ഞ ഭാഗത്തേക്ക് പോകുന്ന ഈ റോട്ടിലേക്കുള്ള ഒരു വഴി കൂടിയാണ്. പിന്നെ പഴയ റോഡ് ഇതിവിടെ നിലനിർത്തുന്നാണ് തോന്നുന്നത്. ഈ ഭാഗത്തു നിന്നുള്ള ഈ ആശേരിക്കുളമ്പ് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഇത് വഴി മുകളിലോട്ട് അങ്ങോട്ട് പോകാനൊക്കെ ഉള്ള റോഡും കൂടെ ആയിരിക്കാം. ഇതാണ് ഞാൻ ഈ ബോർഡ് കണ്ടിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ ഭാഗത്ത് മണ്ണ് നിറക്കാനുണ്ട്. അതിൻ്റെ മുകളിൽ ഇനി കോൺക്രീറ്റിൻ്റെ ബെൽറ്റൊക്കെ വരാനുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ചളിയൊക്കെ ആയിട്ട് കിടക്കണേ. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്തേക്ക്. വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി വർക്ക് നടക്കാനുള്ളൂ. അവിടെ കണ്ടില്ലേ, അവിടം വരെയാണ് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് ഈ വരുന്ന വാഹനങ്ങൾ വരുന്ന ആ ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്ത് മാത്രം. അപ്പോൾ വളരെ കുറച്ച് ഭാഗത്ത് മാത്രം. ഇതാണ് ഇത്രയും ഭാഗത്ത് ഇങ്ങനെ കണ്ടാൽ ഈ ഭാഗത്ത് മാത്രമാണ് ഇനി ടാറിങ്ങും മണ്ണ് ഫില്ലിങ്ങും ഒക്കെ നടക്കാനുള്ളത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചെറിയൊരു കയറ്റാണ് അങ്ങോട്ട്. ഒരു ഒഴിഞ്ഞ പ്രദേശമാണ് ഈ ഭാഗമൊക്കെ. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം ഇങ്ങനെയുള്ളൊരു പറമ്പ് ഏരിയയാണ്. അവിടെയൊക്കെ നല്ല രീതിയിൽ സ്ഥലമെടുക്കാനും വർക്ക് ചെയ്യാനൊക്കെ വേഗത്തിൽ പറ്റുന്ന ഒരു ഏരിയയാണ്. വലിയ റിസ്കുകളൊന്നുമില്ല, വീടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ പുതിയതായിട്ടുള്ള ടാറിങ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിൽ ഭാഗത്ത് കുറച്ച് പഴയ ടാറിങ് കണ്ടിരുന്നു. ഈ നമ്മൾ പോകുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്തേക്ക്. ആ ഭാഗത്തും കുറച്ച് പഴയ ടാറിങ് ആണ്. കഴിഞ്ഞ ഭാഗത്ത് രണ്ട് ഭാഗത്തും ടാറിങ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ ഈ ഭാഗത്ത് പുതുതായിട്ട് ടാറിങ് ചെയ്ത ഭാഗമാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി ലൈൻ മാർക്കിംഗ് ഒക്കെ വരാനുണ്ട്, നോക്കാം. അപ്പോൾ വളരെ ദൂരത്തിൽ നല്ല രീതിയിൽ ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ചെറിയൊരു ഇറക്കാണ്. അപ്പോൾ ഫുള്ളായിട്ട് ടാറിങ്ങും വർക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ വട്ടപ്പാറ ഭാഗത്ത് വളാഞ്ചേരി ഭാഗത്തൊക്കെ ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇതിൽ നമുക്ക് താൽക്കാലികമായിട്ടുള്ള റോഡായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ നമ്മുടെ കൂരിയാട് ഭാഗത്തൊക്കെ അപകടമൊക്കെ നടന്ന സമയത്ത്, റോഡ് ഇടിഞ്ഞ് പോയ സമയത്തൊക്കെ നമ്മളിപ്പോൾ മമ്പുറം വഴി VK പടി അങ്ങനെയുള്ള വഴി കൂടെ അല്ലേ യാത്ര ചെയ്യുന്നത്. അങ്ങനെയൊക്കെ മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ബ്ലോക്കൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഈ വഴിയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്കുള്ള റോഡും കൂടെയാണ്. അതുകൊണ്ട് അത്യാവശ്യമൊക്കെ വീതി ഉണ്ട്. നമ്മുടെ ഉൾപ്രദേശത്തുള്ള റോഡുകളൊക്കെ പൊതുവെ ഇത്ര തന്നെ വീതി ഉണ്ടാവുള്ളൂ. ഒരു PWD റോഡ് അറിയാലോ, ആ വീതി തന്നെയാണ്. ഇനി ആ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ കണ്ട ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന കുറച്ച് ഭാഗത്ത് വർക്കുകൾ ചെയ്യാനുണ്ട്. ഇവിടെ നിന്നൊക്കെയാണ് മണ്ണെടുത്ത് കൊണ്ടുപോയ ഒരു സ്ഥലം കാണാം. അപ്പോൾ താഴോട്ട് പോയി നോക്കാം. അവിടത്തൊക്കെ മണ്ണ് വെട്ടി ഇറക്കിയ ഒരു രീതിയിലാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ നമുക്ക് കാണാം അങ്ങനെ മണ്ണ് എടുത്തു കൊണ്ടുപോയ കുറച്ച് ഭാഗം. ഇവിടെ സോയിൽ നെയിലിംഗ് വർക്കുകളൊന്നും ഉണ്ടാവും തോന്നില്ല. ഇവിടെ ഇങ്ങനത്തെ ഒരു രീതിയിലായിരിക്കും. അതുകൊണ്ട് കുറച്ച് ചെരിച്ച രീതിയിലാണ് മണ്ണുകളൊക്കെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നേ. അപ്പൊ ഈ ഭാഗത്തൊക്കെ മണ്ണ് ഇടിച്ചിട്ടാണ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏകദേശം എത്താറായി എന്നാ തോന്നുന്നത് മൂടാല് ഭാഗത്തേക്ക്. കറക്റ്റായിട്ട് എനിക്കിപ്പോ ഓർക്കൊന്നുമില്ല. ഈ വഴിയൊക്കെ വന്നിട്ട് വളരെ കുറെ കാലമായിട്ടുണ്ട്.
അപ്പൊ ചെറിയൊരു ഇറക്കാണ് അങ്ങോട്ടുള്ള ഈ ഭാഗത്തേക്ക്. ഇങ്ങനെ ഇവിടെ ഒരു കോട്ടേഴ്സ് ആണ് അങ്ങനെ എന്തോ ഉണ്ട്, അതൊക്കെ റോഡിന്റെ ഒപ്പം എത്തിയിട്ടുണ്ട്. ഒരു 9 വർഷം 10 വർഷത്തോളം ആയിട്ടുണ്ടാവും ഇതിന്റെ പ്ലാനിങ്ങും റോഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോഴും ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല, അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. ഇവിടുന്ന് അങ്ങോട്ട് പഴയ റോഡ് തന്നെയാണ്, പഴയ കുറെ ആയിട്ടുള്ള കിടക്കുന്ന ടാറിങ് ഒക്കെ ചെയ്ത റോഡാണ് കാണാം. ഇവിടുന്ന് ഇതാ ഇവിടെയൊക്കെ ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്ത പഴയൊരു ഭാഗം. എങ്ങോട്ട് എന്താ പറയാ നോക്കിട്ട് പറയാം. ഈ ജംഗ്ഷന്റെ പേരാണ് കർത്താൽ ചുങ്കം. അപ്പൊ ഇവിടെ കാണാൻ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡുകളായിട്ട് കിടക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ഒരു റോഡ്, ഇങ്ങോട്ട് നമുക്ക് പോകാനുള്ള റോഡ് അങ്ങോട്ടാണ്. ഇതാണ് ഇപ്പൊ നമ്മൾ വന്നത്. ഇതെങ്ങോട്ടാണെന്നുള്ള ഒരു കറക്റ്റ് എനിക്ക് അറിയില്ല, അറിയുന്നവര് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം, ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോയി നോക്കാം. അപ്പൊ നമ്മൾ ഈ വഴി പോയപ്പോൾ മറ്റൊരു ഓഡിറ്റോറിയം കണ്ടതാണ്. ഒരു കൊട്ടാരം പോലുള്ള ഒരു ഓഡിറ്റോറിയമാണ് ഇവിടെ. നമ്മളിപ്പോ കണ്ട ജംഗ്ഷനിൽ കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഈ കർത്താൽ ചുങ്കം ഭാഗത്തുനിന്ന് വരുന്ന വഴിയിലാണ് ഇപ്പൊ ഈ ഓഡിറ്റോറിയം വന്നിട്ടുള്ളത്. അടിപൊളിയായ ഒരു ഓഡിറ്റോറിയം. ഇതിന്റെ വർക്കുകൾ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല തോന്നുന്നു. ഇതിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഇതിന്റെ മുറ്റത്തൊക്കെ നല്ല രീതിയിൽ കട്ടൊക്കെ പിരിച്ച് നല്ല സ്റ്റൈലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കല്യാണം നടത്താൻ നല്ല എക്സ്പെൻസ് ആവുമെന്നാണ് തോന്നുന്നത്. ഇതുപോലെയുള്ള വലിയ എമൗണ്ടിൽ ഉള്ള കല്യാണ മണ്ഡപങ്ങളൊക്കെ ഇപ്പോൾ കോട്ടക്കൽ ഭാഗത്തും അടുത്തൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ റോഡിന്റെ ഈ ഭാഗത്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഞ്ഞിപ്പുര ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് ഏകദേശം മൂടാല് ഭാഗം എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഇവിടെ നിർത്തിയതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു കൊക്ക പോലുള്ള ഒരു ഭാഗമാണ്, നല്ല താഴ്ചയിലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും ഫുള്ളായിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഫുള്ളായിട്ട് കാണിച്ചാൽ ബോറായിരിക്കും. അതുകൊണ്ട് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹൈലൈറ്റ് ആയി കാണുന്ന ഭാഗത്താണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ കാണാം അങ്ങനെ. അപ്പോൾ ഇനി ഇതോ ഒരു കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹൈവേയിലെത്തും. NH ഇവിടേക്ക് മൂടാൽ കുറ്റിപ്പുറം എന്നുള്ള ഇത് അവിടെ തന്നെ എഴുതി വെച്ചിട്ടുള്ള ഒരു ഇത് കാണാം, ബിൽഡിങ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ വഴിയാണ് ഇപ്പോൾ നമ്മൾ വന്നത്. അപ്പോൾ നമ്മളെ NH 66 എത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ മൂടാല് ഭാഗത്തു നിന്നുള്ള ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ള ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.